കുളിക്കാം. വാ, മതി മതി ഉറങ്ങിയത്. വാ കുളിക്കാം. കുളിക്കാം. മതി ഉറങ്ങിയത് മതി. കുളിക്കാണ്. കുളിക്കുന്നില്ലേ? എന്ത് പയ്യേ? പനിയാ? പനിയാണോ കുഞ്ഞിന്? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന. കുളിക്കുന്നില്ലേ മോൻ? കുളിക്കണ്ടേ? പനിയാണാ? കുളിക്കണ്ടേ കുഞ്ഞിന്? എടാ കള്ള, വാ കുളിക്കാം. കുളിക്കാൻ വരാൻ ഓടിയ. കുളിച്ചിട്ട് വരാൻ. വാ, സുന്ദരനാവണ്ടേ? ഇനി എവിടെ പോണ്? കുളിക്കാൻ പോണ് വേണ്ടേ? കുളിക്കണ്ട കേട്ടാ. എടി ടാറ്റ പോവാ. എടിക്ക് കുളിക്കണ്ട. അയ്യോ, കുളിച്ച് സുന്ദരനാവണ്ടേ? മുടിയൊക്കെ വെട്ടണ്ടേ? നഖം വെട്ടണം, മുടി വെട്ടണം. ആകെ കോലായിട്ടിരിക്കുക എടി. എടിയുടെ ഗ്രൂമിങ് സെൻറ്റർ എത്തിയിട്ടുണ്ട്. ഹാൻഡ്സ് ആൻഡ് പായലാണ് എടി ഗ്രൂം ചെയ്യുന്നത്. എടിക്ക് കുളിക്കണ്ടേ? അങ്ങനെ ഞങ്ങൾ ഹാൻഡ്സ് ആൻഡ് പോസിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എഡിക്ക് അവിടെ ഇഷ്ടമാണ്, കാരണം ഫ്രണ്ട്സിനെയൊക്കെ കാണാം. പക്ഷേ അവന് കുളിക്കുന്ന കാര്യം ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. ദേഹത്ത് വെള്ളം വീഴുന്ന കാര്യമേ ഇഷ്ടമല്ല. മനസ്സില്ലാ മനസ്സോടാണ് പോകുന്നത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി അവൻ കുളിക്കാനായിട്ട് പോവുകയാണ്. ഒട്ടും താല്പര്യമില്ല. അയാൾക്ക് അറിയാം നമ്മൾ അവനെ ആക്കിയിട്ട് പോകും. കാരണം 2.5-3 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണ്ടേ. അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഗ്രൂമിങ് കഴിഞ്ഞിട്ട് എഡീനെ വിളിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് എഡി റെഡി ആയിരിക്കുമായിരുന്നു. 2 വശം മുടിയൊക്കെ പിന്നിക്കെട്ടി സുന്ദരനാക്കി ഇരുത്തിയേക്കുമായിരുന്നു. എഡീനെ ആദ്യം തൊട്ടേ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകണം ഞങ്ങൾ ഹാൻഡ്സ് ആൻഡ് വാഷ് തന്നെ ആയിരുന്നു. അന്ന് കരുനാഗപ്പള്ളിയിലായിരുന്നു കേട്ടോ. അപ്പോൾ കൊട്ടിയത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ കൊട്ടിയത്തോട്ടാക്കി. അവരുടെ ഗ്രൂമിങ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് പെറ്റ്സിനെ നല്ല എന്തിലും കൊണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാരണം ഞങ്ങൾ കോട്ടയത്തൊക്കെ ആയിരുന്നപ്പോൾ ഒരുപാട് ഗ്രൂമിങ് സെൻറ്ററിൽ എഡീനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദേഹത്തൊക്കെ മുറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതിലായിരുന്നു. പിന്നെ ഹാൻഡ്സ് ആൻഡ് വാഷിൽ തന്നെ ഫുഡും ഡോക്ടറിൻ്റെ സർവീസ് എല്ലാം ഉണ്ട്. അവർ റോയൽ കനൈൻ്റെ ഗ്രേവിയും ഫുഡും എല്ലാം ഞങ്ങൾ വാങ്ങി. അതാണ് അവന് ഏറ്റവും ഇഷ്ടം. പിന്നെ അവൻ്റെ വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ 9.5 കിലോ ഉണ്ട് ആൾ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വരുവാണ്. അപ്പം അവന് വീട്ടിൽ വന്നാൽ മതി. എന്ന് വെച്ചാൽ 3 മണിക്കൂറായില്ലേ. അപ്പോഴത്തേക്കും വീട്ടിലോട്ട് പോകാനായിട്ട് കാറിലൊക്കെ കയറി ഞങ്ങൾ ഇങ്ങനെ 2 വശവും കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കുവാണ്. ഹാൻഡ്സ് ആൻഡ് വാഷിലെന്ന് വെച്ചാൽ നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും എഡീനെ ഹാൻഡ്സ് ആൻഡ് വാഷിൽ കൊണ്ടുപോകാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നഖം വളരുമ്പോഴും പ്രൈവറ്റ് പാർട്ടിലൊക്കെ രോമം വരുമ്പോഴൊക്കെ നമുക്കത് വൃത്തിയാക്കാൻ അവിടെ കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. അവ നമ്മൾ ചെയ്യാൻ പിന്നെ ഗ്രൂമിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാ തവണയുള്ള പരിപാടിയാണ്. അമ്മാമ്മയുടെയും പൊമ്മയുടെയും റൂമിൽ ചെന്നിട്ട് കുത്തിമറിയൊക്കെ അവരെ ഇന്ന് കാണിച്ച് ഇതുപോലെ കുത്തിമറിഞ്ഞ് സന്തോഷം പങ്കിട്ട്. അവൻ ആ മുടിയിൽ ക്ലിപ്പൊക്കെ കുത്തുന്ന ഭയങ്കര ഇറിറ്റേഷനാണ്, ദേഷ്യമാണ്. ബണ്ണിടാം, കുഴപ്പമില്ല. അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി കളയാനായിട്ടാണ് അവിടെ കുത്തിമറിയുന്നത്. അത് കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് അപ്പോഴത്തേക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ക്ഷീണമായി. അങ്ങനെ ഞാൻ വിളിച്ചു, ഉറങ്ങാൻ വരാൻ വിളിച്ചു. അപ്പോഴേ വന്നു എഡി കിടന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ എഡിയെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്